സന്താനഭാഗ്യമില്ലാതെ ദുഃഖിതരായിരുന്നു മൃഗണ്ടു മഹർഷിയും പത്നിയും. ഒടുവിൽ പരമശിവനെ ഉപാസിച്ച് അവർ തപസ്സാരംഭിച്ചു. കഠിനമായ തപസ്സിൽ സംപ്രീതനായി ഒടുവിൽ ആ ചൈതന്യം വെളിപ്പെട്ടു. സാക്ഷാൽ മഹാദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ശിവൻ അരുളി ചെയ്തു, മൃഗണ്ടു, നിനക്ക് മുന്നിൽ 2 വഴികൾ. ഒന്നുകിൽ ഗുണമില്ലാത്ത ദീർഘായുസ്സുള്ള ഒരു മകൻ, അല്ലെങ്കിൽ 16 വയസ്സു മാത്രം ആയുസ്സുള്ള ജ്ഞാനിയായ മകൻ. അവർ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. അങ്ങനെ മാർക്കണ്ഡേയൻ ജനിച്ചു. ബാല്യം മുതലേ മാർക്കണ്ഡേയൻ കടുത്ത ശിവഭക്തനായിരുന്നു. ഓരോ ശ്വാസത്തിലും ആ ബാലൻ ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ വിധി ദിവസമെത്തി. മാർക്കണ്ഡേയന്റെ ജീവനെടുക്കാൻ കാലപാശവുമായി യമരാജൻ ഭയാനകമായി അവതരിച്ചു. മുന്നിൽ കാലനെ കണ്ട മാർക്കണ്ഡേയൻ ഭയന്നില്ല. രക്ഷയ്ക്കായി ആ ബാലൻ ശിവലിംഗത്തെ മുറുകെ പുണർന്നു. മാർക്കണ്ഡേയനെ തേടിയെത്തിയ യമൻ തന്റെ പാശമെറിഞ്ഞു. ശിവലിംഗത്തെ പുണർന്നു നിന്ന ഭക്തനോടൊപ്പം സാക്ഷാൽ മഹാദേവനും ആ കാലപാശത്തിൽ കുടുങ്ങി. കാലപാശം ശിവലിംഗത്തിൽ പതിച്ച നിമിഷം പ്രപഞ്ചത്തെ വിറപ്പിച്ചുകൊണ്ട് രൗദ്രഭാവത്തിൽ മഹാദേവൻ അവിടെ പ്രത്യക്ഷനായി. തന്റെ ഭക്തനെയും ലിംഗത്തെയും പാശമിട്ട് ബന്ധിച്ചതിൽ ക്രുദ്ധനായ പരമശിവൻ തന്റെ തൃക്കണ്ണാൽ കാലനെ ഭസ്മീകരിച്ചു. മരണത്തെ ജയിച്ച മാർക്കണ്ഡേയൻ ശിവൻ വരം നൽകി, നിനക്കെന്നും 16 വയസ്സ്. അങ്ങനെ ആ ബാലൻ ചിരഞ്ജീവിയായി മാറി.